ഞങ്ങൾ ഇട്ടേച്ചു പോയൊരു പണി, ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിലെത്തിച്ച ഒരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDF-നോട് ചോദിക്കാം. നിങ്ങൾ ഈ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്? എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാം. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിൻ്റെ മലപ്പുറത്തെ റീച്ചിൽ മഴ മൂലം ഒരു അപകടം നടന്നു. അതിനകത്ത് സ്ട്രക്ചറിനകത്ത് വലിയൊരു ഇടിവ് നടന്നു. മാത്രമല്ല മണ്ണിടിച്ചിലുണ്ടായി. ഭാഗ്യത്തിന് അപകടങ്ങൾ ഒന്നും ഉണ്ടായില്ല, മരണങ്ങളൊന്നും ഉണ്ടായില്ല. ഈ സംഭവത്തെക്കുറിച്ച് സംസ്ഥാനത്ത് വലിയ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം സംസ്ഥാന സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ മുസ്ലിം ലീഗ് ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ലീഗിൻ്റെ MP തന്നെ നേരെ കേന്ദ്രമന്ത്രിയെ പോയി കണ്ട് സാധാരണ സൈബർ ലീഗുകാരുടെ പ്രചാരണം പൊളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ ആ പ്രചാരണം കിടന്ന് ഓടുന്നുണ്ട്. ലീഗുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട്. എന്തുകൊണ്ടോ എന്തോ BJP-ക്കാർ കാര്യമായിട്ട് മിണ്ടുന്നില്ല. എന്നിരുന്നാലും സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അബദ്ധം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഇവർക്കെല്ലാവർക്കുമുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത്. LDF സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതുകൊണ്ടല്ലേ ദേശീയപാത വികസനം വന്നത്, അതുകൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തും പറയാനുള്ള ലൈസൻസിലേക്ക് UDF മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആ രസിക വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന നിലയുണ്ടായി. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDF-ൻ്റെ പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അത് ശരിയാണ്. LDF-ന് സാധാരണഗതിയിൽ അതിലുത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ചു പോയൊരു പണി, ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിലെത്തിച്ച ഒരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDF-നോട് ചോദിക്കാം. നിങ്ങൾ ഈ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാം. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ LDF-ന് അതിലഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലക്ക് നടക്കണം, വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം, ആ വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം,
ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ നില LDF അല്ല 2016 അധികാരത്തിലിരുന്നെങ്കിൽ തുറന്നുള്ള ഈ 9 വർഷവും LDF ആയിരുന്നില്ല എങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഉറപ്പാണ് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതല്ലേ വസ്തുത.